ഈ പ്രേം നസീർ റെഫറൻസ് ഭയങ്കര രസമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് തുടക്കത്തിലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ. അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ടേ പ്രേം നസീറിനെ പോലെ ആയിരിക്കണം അൾട്ടിമേറ്റ് ഒരു സൂപ്പർ സ്റ്റാർ, അങ്ങനെ തന്നെയായിരുന്നു നടികളുടെ ഒരു ഇനീഷ്യൽ തോട്ട്? അങ്ങനെയല്ല, പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റോസാപ്പൂ അത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അത് അങ്ങനെയാണ് വരുന്നത്. ജനറലി പറഞ്ഞു വെക്കുന്നത് ഈ ക്യാരക്ടറിന് അതായിരുന്നു ആവശ്യം, ഒരു ഡിസിപ്ലിനിലായ്മ ആയതുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഓരോ സിനിമയിൽ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർസ് ഇല്ല എന്ന് ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് വിശ്വസിക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റാറും ആ ഒരു രീതിയിൽ നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകൾ ഏറ്റവും നല്ല ആക്ടേഴ്സും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ എൻഗേജ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും പക്ഷേ ആക്ടറുകൾ തന്നെയാണ് പോകേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, നമ്മളെപ്പോഴും ആ സിനിമയിൽ കെട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയാൽ പിന്നെ അത് കീപ്പ് ചെയ്യണം, അതിന് താഴ്ന്നു പോകാനായിട്ട് പറ്റില്ല. ആ ഒരു കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ആയ ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഗംഭീര സൂപ്പർ സ്റ്റാറിനെ കഥയിലേക്ക് കഥ എന്നുള്ള തന്നെയാണ് ഞാൻ. അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം പോലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്